ഹലോ, പാട്ടും രുചിക്കൂട്ടിലേക്കും വീണ്ടും സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് നമ്മുടെ ഇലയപ്പമാണ്. ഇലയപ്പം എന്ന് പറഞ്ഞാൽ വഴണയില്ലാത്ത ചക്കയപ്പം. ചക്കയുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ചക്ക വരട്ടിയത്. അത് ഇവിടെ നമ്മുടെ ഷാർജയിൽ അല്ലെങ്കിൽ നമുക്കിതൊന്നും സുലഭമായിട്ട് കിട്ടത്തില്ല. അപ്പം ഇവിടെ ഇങ്ങനെ പിള്ളേർ പുതിയ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, ഇവിടെ സാധാരണ ചക്ക വരട്ടിയത് സാറാസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് തൊട്ടേ. അപ്പോൾ അതിങ്ങനെ ലുലുവിൽ പോയപ്പോൾ കണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിച്ചു. സാറാസില്ല, ഇത് പണ്ട് തൊട്ടേ എനിക്കറിയാവുന്നത്. കാര്യം ഞാൻ BEd ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞമ്മ ചിറ്റപ്പൻ അന്ന് പാരീസിലായിരുന്നു. അന്ന് ചിറ്റപ്പൻ ഇങ്ങനെ കൊടുത്തുവിടാൻ ചക്കയുടെയും ചക്ക വരട്ടിയൊക്കെ അന്നേ ഈ സാറാസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാഴയിലയും വാങ്ങിച്ചേ. അപ്പോൾ അത് നല്ല ചക്കയപ്പം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചക്ക വരട്ടി അതിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പം ഞാനിതിന് എടുത്ത് അരിപ്പൊടിയില്ലേ, അരിപ്പൊടി കിട്ടും ഇവിടെ, അപ്പപ്പൊടി വാങ്ങിക്കും. ആ അപ്പപ്പൊടിക്കകത്തോട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ കൊച്ചു കൊച്ചു പീസായിട്ട് അരിഞ്ഞതും, പിന്നെ തേങ്ങ അല്ലാത്ത തേങ്ങയും ഏലക്കാപ്പൊടിയും, അത് ഇത്രയും കൂടെ നന്നായിട്ട് അരിപ്പൊടിക്കകത്തിട്ട് കുഴച്ചെടുക്കും. വെള്ളം ചേർക്കത്തില്ല. ആ ചക്ക വരട്ടി അത്ര മതി. 2 പാക്കറ്റ് ചക്ക വരട്ടി ഞാൻ ചേർത്തത് 300 ഗ്രാം വെച്ചിട്ട്. അത് വേണമായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഇലക്കകത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ അട പോലെ അത്ര അങ്ങ് പരത്തിയില്ല, ഞാൻ കുറച്ചായിട്ട് ഈ കാണുന്ന പരുവത്തിൽ വെച്ചിട്ട് മടക്കി. എനിക്കൊരു ചെറിയ ഇഡ്ഡലിക്കുട്ടമാണ് ഇവിടെ ഉള്ളത്. ഇത് കുറേ വർഷമായിട്ട് ഞാനിവിടെ UAE വന്ന സമയത്ത് എനിക്കുള്ളതാണ്. കുഞ്ഞൊരു ഇഡ്ഡലിക്കുട്ട, 8 ഇഡലി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലിക്കുട്ടമാണ്. അതിനകത്ത് കൊള്ളുന്നത്ര ഞാൻ വെച്ചു. കറക്റ്റ് ആ പരുവത്തിനുള്ള മാവേ എടുത്തുള്ളൂ. അടച്ച് വെച്ച് വേവിച്ചു. വെന്ത് വന്നപ്പോഴെന്തൊരു മണമായിരുന്നു ചക്കയുടെ. സത്യം പറഞ്ഞാൽ ആ വഴണയിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്നാൽ പോലും നല്ല ടേസ്റ്റായിരുന്നു. ആ ചക്കയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടി കേട്ടോ. സാറാസിൻ്റെ ഇവിടെ ഇനിയും ഈ പറഞ്ഞ പോലെ വാങ്ങിക്കണം എന്ന് പറഞ്ഞേക്കാൻ എൻ്റെ അടുത്ത് അത്രയ്ക്ക് നല്ലതായിരുന്നു ഇത് ചക്കയപ്പം. കുറേ നാളുകൊണ്ട് സാധാരണ ഇവിടെ കടയിലൊക്കെ വരുമ്പോഴല്ലോ പെട്ടെന്ന് ഇത് വിറ്റുപോകും ചക്കയെ. നമ്മൾ ചെല്ലുമ്പോഴത്തേനും എല്ലാം തീർന്നു കാണും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ബൈ ബൈ.